ഇന്ന് മാർച്ച് 5 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കുടുംബസ്ഥൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ ആഴ്ച മാർച്ച് 7 സി5 OTT റിലീസ് ആകുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തേത് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന സീരീസ് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 4 ഭാഷകളിൽ ഹോട്ട്സ്റ്റാറിൽ സീരീസ് ലഭ്യമാണ്. മൂന്നാമത്തേതൊരു ഇന്ത്യൻ ഹിന്ദി സീരീസിന്റെ OTT അപ്ഡേറ്റ് ആണ്. കാക്കി എന്നാണ് നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ പേര്. മാർച്ച് 20 നീരജ് പാണ്ഡെയുടെ കാക്കി എന്ന സീരീസ് ലഭ്യമാക്കുന്നതാണ്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ വിജയിച്ച സിനിമയാണല്ലോ തണ്ടൽ. സിനിമയും ഈ ആഴ്ച മാർച്ച് 7 അതായത് നാളെ അർദ്ധരാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ നാഗചൈതന്യ ഒപ്പം സായ് പല്ലവി അഭിനയിച്ച തണ്ടൽ OTT റിലീസ് ആകുന്നതാണ്. പിക്ചർ ദിസ് എന്നൊരു ഡയറക്റ്റ് OTT സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസിനായിട്ട് ഒരുങ്ങുന്നു. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 6 ആമസോൺ പ്രൈമിൽ സിനിമ ലഭ്യമാകുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന അടുത്ത ഡയറക്റ്റ് OTT ഹിന്ദി സിനിമയാണ് നദാനിയൻ. ഇബ്രാഹിം അലിഖാൻ, ഖുഷി കപൂർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഡയറക്റ്റ് OTT നെറ്റ്ഫ്ലിക്സ് ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിൽ റിലീസാകും. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച മോളിവുഡിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമ രേഖാചിത്രമാണല്ലോ. ആസിഫിന്റെ രേഖാചിത്രം മാർച്ച് 7 സോണി ലിവിൽ OTT റിലീസ് ആകുമെന്നാണ് സോണി ലിവ് അറിയിച്ചതെങ്കിൽ പോലും അവരുടെ മുൻ സിനിമകളുടെ അതേ രീതിയിൽ ഒരു ദിവസം മുന്നേ നാളെ മാർച്ച് 6 സിനിമ സോണി ലിവിൽ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. മാർക്കോ എല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം ലഭ്യമായതാണ്. ചില സിനിമകൾ വൈകിട്ട് 6 മണിക്ക് 7 മണിക്കെല്ലാം തന്നെ ലഭ്യമാകാറുണ്ട്. എന്തായാലും രേഖാചിത്രം നാളെ മാർച്ച് 6 റിലീസാകുന്നതാണ്. അവസാനത്തേത് ഒരു ജാതി ജാതകം എന്ന ജനുവരി മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിനീത ശ്രീനിവാസൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോഴത്തെ മനോരമ മാക്സിന് പുറമെ ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുകയാണ്. ഈ 2 OTT പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും ഒന്നിൽ ആദ്യം സിനിമ ലഭ്യമാകുന്നതാണ്. അതൊന്നില്ലെങ്കിൽ ഈ ആഴ്ച, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച മാർച്ച് 15 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം ഒരു ജാതി ജാതകം OTT റിലീസിനായിട്ട്.